ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കാലം ദൈവം ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം സദൃശ്യവാക്യങ്ങൾ 24-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ, ഞാൻ കൈ നീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും, നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ചു കളയുകയും എൻ്റെ ശാസനയൊട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. അപ്പം നോക്കിക്കേ, അനർത്ഥത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം കരം തരുന്നു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുവാൻ കരം തരുമ്പോൾ ആ കരത്തിൽ മുറുകെ പിടിക്കാതെ നാം കൈവിട്ട് ഓടിപ്പോകുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ രക്ഷിക്കുകയില്ല. 56-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. എന്തിനാണ് ദൈവം അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്നത്? അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി കരം തരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന്, ദൈവീക പ്രകാശത്തിൽ നടക്കേണ്ടതിന് ദൈവം നമ്മെ വിടുവിക്കുകയാണ്. അവിടെ വീണ്ടും എഴുതിയിരിക്കുകയാണ്: നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചു. അപ്പം നമ്മെ വിടുവിക്കുന്നതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ കർത്താവിന്. അത് നാം ദൈവിക പ്രകാശത്തിൽ നടക്കണം. ഇരുട്ടിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പ്രകാശത്തിലേക്ക്, അല്ലെങ്കിൽ യേശുവിലേക്ക്, വെളിച്ചത്തിലേക്ക് നാം വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്രകാരം ജീവിച്ച് നമ്മുടെ പ്രാണൻ രക്ഷിക്കപ്പെടുവാനും പ്രാണൻ രക്ഷ പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ മുമ്പാകെ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാനും ഈ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.